ഹായ് മക്കളെ, നമ്മൾ കാത്തിരുന്ന CTET എക്സാമിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നു. ഇനി നമുക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം CTET എക്സാമിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു എക്സാമാണ്. ആദ്യം തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. അത് നോക്കൂ, ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡേറ്റുകളൊക്കെ. നോക്കൂ, ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ ഡ്യൂറേഷൻ കൊടുക്കുന്നത് 27-ാം തീയതി, അതായത് ഇന്ന് മുതലാണ്. ഏതുവരെ? 18-ാം തീയതി അല്ലേ, ഡിസംബർ 18 വരെയാണ് ഇതിൻ്റെ സമയം. മറന്നു പോകരുത്. ഇനിയൊരു 20 ദിവസം നമുക്ക് മുമ്പിലുണ്ട്. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫീ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റും 18-ാം തീയതി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത്ര സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിക്കുക. ഈ വീക്കിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ കറക്റ്റ് ഡേറ്റ് ആണ് കേട്ടോ. ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ എക്സാമിൻ്റെ ഡേറ്റ്, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഫെബ്രുവരി 8-ാം തീയതിയാണ് ഈ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസങ്ങളാണ് ഇനി പഠിക്കാൻ കിട്ടുന്നത്? ഇപ്പോൾ ഈ മന്ത് കഴിഞ്ഞു, ഇന്ന് 27-ാം തീയതി അല്ലേ. ഇനി ഡിസംബർ, അതുപോലെ തന്നെ ജനുവരി, അതുപോലെ ഫെബ്രുവരിയിൽ ഒരു 8. അപ്പോൾ ഏകദേശം ഒരു 2 മാസവും 10 ദിവസവും ഇത്രയാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത 2 പേപ്പറുകൾ എഴുതാൻ പറ്റും അല്ലേ. ഒന്നാമത്തേത് പേപ്പർ 2 ആണ് ആദ്യം നടക്കുന്നത്. മനസ്സിലാക്കുക, പേപ്പർ 2 ആണ് ആദ്യം നടക്കുന്നത്. രാവിലെയാണ് നടക്കുന്നത്. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ രാവിലെ പേപ്പർ 1 പിന്നെ ഉച്ചയ്ക്ക് പേപ്പർ 2 എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പേപ്പർ 2 ആദ്യം നടക്കുന്നു. അത് 9:30 മുതൽ 12 മണി വരെയാണ് ഇതിൻ്റെ സമയം. അതുപോലെ പേപ്പർ 1-ൻ്റെ സമയം 2:30 മുതൽ 5 മണി വരെയാണ് ഇതിൻ്റെ സമയം വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ആദ്യം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൃത്യമായിട്ട് വായിക്കണം എന്ന് പറയും. നമ്മളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെ മാനസികാവസ്ഥ എന്താ? അക്ഷയ സെൻറ്ററിലോ എവിടെയെങ്കിലുമൊക്കെ പോയി അപ്ലൈ ചെയ്യും. പിന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി പഠനം തുടങ്ങും. ഇതിൻ്റെ കൃത്യം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കൂല. അതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ, നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണോ നോക്കണം. കാരണം നമ്മൾ പേപ്പർ 1-ന് എലിജിബിലിറ്റി നമുക്കുണ്ടോ, അല്ലെങ്കിൽ പേപ്പർ 2-ൻ്റെ എലിജിബിലിറ്റി നമുക്കുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ക്ലിയർ ആയോ? അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കംപ്ലീറ്റ് ദ മെയിലിംഗ്. മറ്റുള്ളത് അപ്ലൈ ചെയ്യാനുള്ള സമയം വെബ്സൈറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് മെയിലിംഗ് അഡ്രസ് വിത്ത് പോസ്റ്റൽ പിൻകോഡ് അറ്റ് ദ ടൈം ഓഫ് അപ്ലൈയിങ് അത് കംപ്ലീറ്റ് ചെയ്യണം. പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എങ്ങനെയാണിത് ഓൺലൈൻ ആപ്ലിക്കേഷൻ നടത്തേണ്ടതെന്നാ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുക. എവിടെ? ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട്, അതായത് https അല്ലേ ctet.nic.in എന്നുള്ളതാണ് വെബ്സൈറ്റ്. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇതാണ് വെബ്സൈറ്റ്. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് പോയിട്ട് അപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? അവിടെ അപ്ലൈ ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫിൽ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആൻഡ് നോട്ട് ഡൗൺ ദ രജിസ്ട്രേഷൻ നമ്പർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശ്രദ്ധിക്കുക, രജിസ്ട്രേഷൻ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ നമ്പർ അത് പ്രത്യേകം അവർ പറയുന്നുണ്ട്. പിന്നെ അപ്ലോഡ് ദ ലേറ്റസ്റ്റ് സ്കാൻഡ് ഫോട്ടോഗ്രാഫ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? സ്കാൻഡ് ആയിട്ടുള്ള ഫോട്ടോ വേണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഇത് രണ്ടും വേണം. കൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ്, ഫീ അടയ്ക്കാനുള്ള പേയ്മെൻ്റ് ആണ് അടുത്ത് വരുന്നത്. പിന്നെ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ചെയ്ത് വെക്കുക. അതായത് പ്രിൻ്റ് എടുത്ത് തന്നെ വെക്കണം. കാരണം ഈ രേഖകളൊക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ നമ്പേഴ്സ്, അതായത് രജിസ്ട്രേഷൻ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ പിന്നീട് വേണം. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കൂ. ഫസ്റ്റ് ഒതൻറ്റിക്കേഷൻ ഫോമാണ് ആദ്യം ചെയ്യുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ സ്റ്റേറ്റ്, നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ടൈപ്പ്, അതായത് ഐഡൻറ്റിറ്റി നമുക്ക് വേണം. ആധാർ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, അപ്ലിക്കബിൾ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി അത് വേണം. അതുപോലെ കാൻഡിഡേറ്റ്സ് നെയിം നമ്മൾ കറക്റ്റ് വേണം. ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ നമുക്ക് നമ്പേഴ്സ് അല്ലേ, രജിസ്ട്രേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ ഫോർ സബ്സീക്വൻ്റ് ലോഗിൻ സിസ്റ്റം ജനറേറ്റഡ് രജിസ്ട്രേഷൻ നമ്പർ ഓർ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് ചോസൺ പാസ്വേഡ് വിൽ ബി യൂസ്ഡ്. ഇതാണ് പിന്നീട് യൂസ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ആദ്യം കീപ്പ് ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് പാസ്വേഡ് മസ്റ്റ് ബി 8 to 13 ക്യാരക്ടേഴ്സ്. ആ ഒരു ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കണം അതിൻ്റെ ക്യാരക്ടേഴ്സ്. അതുപോലെ യൂസ് ചെയ്യേണ്ടത് അപ്പർ കേസ്, 1 ലോവർ കേസ്, പിന്നെ ആൽഫബറ്റ് ആൻഡ് 1 ന്യൂമറിക് വാല്യൂ നമ്പേഴ്സ് വേണം.
ഇല്ലേ? അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണോ, ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ അതിൽ വേണം. ഓക്കെ, ഇതാണ് ഇത്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാനഡ് ഇമേജസ് അല്ലേ, ഇമേജുകൾ എന്ത് ചെയ്യും, നമ്മൾ അപ്ലോഡ് ചെയ്യും. അതിൽ നമ്മൾ നമ്മുടെ ഫോട്ടോ വേണം, അതുപോലെ സിഗ്നേച്ചറും കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് JPG ഫോർമാറ്റിലായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൻ്റെ സൈസ് ബിറ്റ്വീൻ 10 to 100 KB ആയിരിക്കണം അതിൻ്റെ സൈസ് വേണ്ടത്. പിന്നെ അതിൻ്റെ ഡയമെൻഷൻസ് പറയുന്നത് 3.5 cm വിഡ്ത്തും 4.5 cm ഹൈറ്റ്. ഇതാണ് നെക്സ്റ്റ്. പിന്നെ സ്കാൻഡ് സിഗ്നേച്ചർ 3 KB മുതൽ 30 KB അല്ലേ, അതിനിടയിലായിരിക്കണം അതിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഇമേജ് ഡയമെൻഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ അടുത്തത് നമ്മുടെ എക്സാമിനേഷൻ ഫീ ആണ്. ഫീ ഇതിലെന്ത് ചെയ്യണം, നിങ്ങൾക്കറിയാം ജനറൽ ഓർ OBC NCLനൊക്കെ പേപ്പർ 1 and 2 ഇതിനെന്താണ് 1 അല്ലെങ്കിൽ 2 ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഏതെങ്കിലും 1000 രൂപയും, 2 എഴുതാണെങ്കിൽ 1200 രൂപയും. അപ്പം ഏതാ എളുപ്പം, അത് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. രണ്ടും ചെയ്യാൻ പറ്റുന്നവർ രണ്ടും തന്നെ എഴുതിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. ഇനി SC ST അങ്ങനെ ആളുകൾക്കൊക്കെ, അതിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് 500 രൂപയാണ് ഒരു പേപ്പർ വരുന്നത്, 2 പേപ്പർ ആണെങ്കിൽ 600 രൂപയാണ്. അപ്പോൾ ഫീൽ ഇതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പറയുന്ന ഒരു കാര്യം, കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ടേക്ക് പ്രിൻ്റ് ഔട്ട് ഓഫ് കൺഫർമേഷൻ പേജ് ഫോർ റെക്കോർഡ് ആൻഡ് കീപ് ഇറ്റ് ഫോർ ദെയർ റെഫറൻസ്. അത് സൂക്ഷിച്ചു വെക്കണം പിന്നീട്. ദ കൺഫർമേഷൻ പേജ് ഈസ് നോട്ട് റിക്വയർഡ് ടു ബി സെൻഡ് ടു CTET യൂണിറ്റ് അയക്കൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമുക്ക് എന്തുണ്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മളിത് കണ്ടോ, ദ കാൻഡിഡേറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ എലിജിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ അതിൽ എൻട്രി ചെയ്യണം, നെയിം ഓഫ് ഫാദർ അല്ലേ, അതുപോലെ നെയിം ഓഫ് മദേഴ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ക്ലാസ് 8 സർട്ടിഫിക്കറ്റ് 10th സർട്ടിഫിക്കറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ വേണം. പിന്നെ ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏതിലൂടെയാണ്, ഏത് വെബ്സൈറ്റിലൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കറക്ഷനാണ്. കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മിസ്റ്റേക്കൊക്കെ വരും. അപ്പോൾ അവർ പറയുന്നത് കാൻഡിഡേറ്റ്സിന് ഫീ സബ്മിറ്റ് ചെയ്താൽ കറക്ഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല, എങ്കിലും പറയുന്നത് ആ കറക്ഷന് വേണ്ടിയുള്ള ഒരു സൗകര്യം അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക സമയത്താണ്. നോട്ട് കണ്ടോ, if the facility of correction in the particulars except city of examination, എന്തിൽ മാത്രം പറ്റൂല, നമ്മുടെ എക്സാമിനേഷൻ സിറ്റിയിൽ പറ്റൂല, ബാക്കിയുള്ളതിലൊക്കെ പറ്റും. അത് മേ ബി മെയ്ഡ് അവൈലബിൾ ഓൺ ദ പോർട്ടൽ ഡ്യൂറിങ് ദ സ്പെസിഫൈഡ് പീരീഡ് വിച്ച് വിൽ ബി നോട്ടിഫൈഡ്. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരികയാണെങ്കിൽ അത് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നീട് അതിന് അവസരം ഉണ്ടാവില്ല. പിന്നെ എന്തിലൊക്കെ കറക്ഷൻ നടത്താം, നെയിം, ഫാദേഴ്സ് നെയിം ആൻഡ് മദേഴ്സ് നെയിം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി, പേപ്പർ ഓപ്റ്റഡ്, പേപ്പർ 2 അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. പിന്നെ സബ്ജക്റ്റ് ഫോർ പേപ്പർ 2 ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത്, അഡ്രസ് ഓഫ് കറസ്പോണ്ടൻസ്, അതുപോലെ നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, കോളേജ്, യൂണിവേഴ്സിറ്റി അല്ലേ, നമ്മൾ ഡിഗ്രി ഒക്കെ കിട്ടിയ യൂണിവേഴ്സിറ്റി ഏതാ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്തുണ്ട്, കറക്ഷൻ ഉണ്ട്. പക്ഷേ എന്തിന് കറക്ഷൻ ഇല്ല, നമ്മുടെ സിറ്റി മാറ്റാനുള്ള കറക്ഷൻസ് നമുക്കില്ല. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ CTET എക്സാമിന് എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ മൾട്ടിപ്പിൾ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അതിൽ 4 ഓപ്ഷൻസ് തരും. അതിൽ കറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ 2 പേപ്പേഴ്സ് ഉണ്ടാകുക. പേപ്പർ 1 നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഇത് ശ്രദ്ധിക്കേണ്ടത് 1 to 5 1 മുതൽ 5 വരെ ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്ന ആ ക്ലാസ്സുകളിലേക്കുള്ള ടീച്ചർമാർക്കാണ് പേപ്പർ 1. പേപ്പർ 2 വരുന്നത് ഏതാണ്, 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകാർക്ക്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആർക്കാണ് പേപ്പർ 1 പേപ്പർ 2 എന്നുള്ള കാര്യങ്ങൾ. ഇനി നോക്കൂ, ഇവിടെ പേപ്പർ 1 നമ്മൾ പറഞ്ഞു 5 വരെ ക്ലാസ്സുകൾക്കാണ്, പ്രൈമറി സ്റ്റേജിലുള്ള പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ സമയം വരുന്നത് 2.5 2.5 മണിക്കൂറാണ്. ഓക്കെ, അതിൽ നമ്മളോട് ചോദിക്കുക, ഫസ്റ്റ് എന്താ ചോദിക്കുക, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി പഠിച്ചു വെക്കണം കേട്ടോ. ഇത് ആദ്യമായിട്ട്, ഇത് എല്ലാ എക്സാമിനും വരുന്നതാണ്, അത് പ്രത്യേകം പഠിക്കുക. പിന്നെ മാത്തമാറ്റിക്സ് കമ്പൽസറി ആണ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് കമ്പൽസറി ആണ്, ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2. ഇതിപ്പോൾ 2 ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഒന്ന് മലയാളം ഒന്ന് ഇംഗ്ലീഷ്, അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നിങ്ങൾക്ക് ഇനിയുള്ള കോഡുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ലാംഗ്വേജിൻ്റെ കോഡുകൾ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നോക്കി
ടെസ്റ്റ് ഐറ്റംസ് ഇൻ മാത്തമാറ്റിക്സ് ഓരോന്ന് പറയാം. ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് വിൽ ബി ഫോക്കസ് ഓൺ കൺസെപ്റ്റ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് ആൻഡ് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് സബ്ജക്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ NCERT ക്ലാസ് കണ്ടോ, NCERT ബേസിലുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അതും പ്രത്യേകം NCERT പ്രത്യേകം നോക്കി പോവേണ്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതുമായിട്ട് നമ്മുടെ ഇപ്പം 1 മുതൽ 5 വരെ എന്ന് പറഞ്ഞാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്കൻഡറി ക്ലാസ്സുകളിലുള്ള ക്വസ്റ്റ്യൻസും വരാവുന്നതാണ്. അപ്പോൾ അത് തന്നെ ഒരു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ലെവൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, ആഴത്തിൽ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇനി പേപ്പർ 2-ൻ്റെത് പേപ്പർ 2 ആണ്. അത് നമുക്കറിയാം 6 മുതൽ 8 വരെ ഉള്ള ക്ലാസ്സുകളിലേക്കാണ്. അവിടെ നിങ്ങൾ നോക്കി പോകേണ്ടത് ഇത് തന്നെ, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി. പിന്നെ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. ഒന്നുകിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. ആർക്ക്, നിങ്ങളൊരു മാത്തമാറ്റിക്സോ സയൻസ് ടീച്ചർ ആണെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ ലാംഗ്വേജോ മറ്റുള്ള സോഷ്യൽ സയൻസോ ഒക്കെ ആണെങ്കിൽ സോഷ്യൽ സയൻസ് സെലക്ട് ചെയ്യാം. ഈ അതായത് 60 ചോദ്യങ്ങളാണ് ഇതിൽ ഉണ്ടാവുന്നത്. ഏതെങ്കിലും ഒരു 60 ചോദ്യമായിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം 30 ക്വസ്റ്റ്യൻസ് പ്ലസ് 60 അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, ഇത് രണ്ടും കമ്പൽസറി ആണ്. ക്ലിയർ അല്ലേ? ഇതിലും പ്രത്യേകം പറഞ്ഞു വെക്കുന്ന ഇതൊക്കെ ഉണ്ടോ. ഇതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി വിൽ ബി ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ സൈക്കോളജി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിലവൻറ്റ് ടു ഏജ് ഗ്രൂപ്പ് ഓഫ് 11 to 14 അല്ലേ, അഡോളസൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. രണ്ടിലെയും സെയിം കാര്യങ്ങളല്ല ചോദിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ലാംഗ്വേജ് 1-ൻ്റെ കാര്യം പറയുന്നത് എന്താണ്, ഫോക്കസ് ഓൺ പ്രൊഫിഷ്യൻസീസ് റിലേറ്റഡ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊഫിഷ്യൻസിയാണ് ചോദിക്കുക. അപ്പോൾ വേർഡും വാക്കുകളൊക്കെ കൃത്യമായിട്ട് വായിച്ച് പഠിക്കാൻ പറ്റണം. അതുപോലെ ലാംഗ്വേജ് 2 എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ്, അതാണ് വ്യത്യാസം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോംപ്രഹെൻഷൻ ഓഫ് എബിലിറ്റീസ്, ഈ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലാംഗ്വേജ് 1 ഇത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ലാംഗ്വേജ് 1 എന്താ വരുത്, ലാംഗ്വേജ് 2 അതുപോലെ ലാംഗ്വേജ് 1 അത് സെയിം ആവരുത്. ഓക്കെ, ലാംഗ്വേജ് 1 അല്ലാത്തൊരു ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് 2 ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ നോക്കി ദ ടെസ്റ്റ് ഐറ്റംസ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് സോഷ്യൽ സയൻസ്, ഇതിലുള്ള ടെസ്റ്റ് അതിൻ്റെ ഫോക്കസ് എവിടെ നോക്കി, എവിടെയാണ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് സബ്ജക്റ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ഇതിൽ പ്രത്യേകം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മാത്തമാറ്റിക്സിനും അതുപോലെ തന്നെ ഇതിനൊക്കെ 30 ചോദ്യങ്ങളാണ്. ഓക്കെ, സയൻസ് വിൽ ബി 30 മാർക്സ് ഈച്ച്, ഓരോന്നിനും 30 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ മാർക്ക് നോക്കി ഇവിടെയാണ് മാർക്കിൻ്റെ പ്രാധാന്യം. എത്ര മാർക്ക് കിട്ടണം, എ പേഴ്സൺ ഹൂ സ്കോർ 60% അല്ലേ, അല്ലെങ്കിൽ ഓർ മോർ ദാൻ, അതിനേക്കാൾ കൂടുതൽ കിട്ടിയാൽ എന്ത് ചെയ്യും, അവർ പാസ്സായിട്ട് പരിഗണിക്കും. ഇതാണ് പ്രത്യേകം പറയുന്നത്. പക്ഷേ അവിടെ കൺസെഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കൂ, കൺസെഷൻ പേഴ്സൺ ബിലോങ്ങിങ് ടു SC ST OBC ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, പ്രത്യേകം കൺസെഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കബിലിറ്റി ഇവിടെ പ്രത്യേകം പറയുന്നത് അല്ലേ, സീറ്റഡ് ഷാൽ ബി അപ്ലൈ ടു സ്കൂൾസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, KVS NVS, അവിടേക്കൊക്കെ അല്ലേ, ഇവിടേക്കൊക്കെ നമുക്ക് സീറ്റഡ് എക്സാം ഉപയോഗപ്പെടുത്താം. അങ്ങനെയുള്ള ഒരുപാട് ഏരിയകൾ പറയുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സീറ്റഡ് കൊണ്ട് ഉപകാരമുണ്ട്. അതുപോലെ തന്നെ എക്സാമിനേഷൻ സെൻറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ഗിവ് 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. നമ്മൾ സിറ്റി കൊടുക്കുമ്പോൾ പ്രിഫറൻസ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം കിട്ടേണ്ട സ്ഥലം ആദ്യം കൊടുക്കുക, പിന്നെ അടുത്തത്, അങ്ങനെ കൊടുത്താൽ സാധാരണ നമ്മൾ കൊടുത്ത് തന്നെ കിട്ടാറുണ്ട്. എങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തത് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ അഡ്മിറ്റ് കാർഡ് പറയുന്നത് മേ ഡൗൺലോഡ് ഈ അഡ്മിറ്റ് കാർഡ് ഫ്രം സീറ്റഡ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അത് നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിനേഷൻ സെൻറ്ററിൽ ആവശ്യമാകും. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ എപ്പോഴാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. നോക്കൂ, രാവിലത്തെ സെഷനിലുള്ള ആളുകൾ 7:30, ഇത് മാറിപ്പോയത്. പല കുട്ടികളും 9:30 വിചാരിച്ച് 8:00 പോകും. പക്ഷേ നിങ്ങൾ നോക്കൂ, 7:30 അറ്റ് ദ എക്സാമിനേഷൻ അറ്റ് 7:30 AM. ഓക്കെ, പേപ്പർ 2-ന്. പിന്നെ 12:30 എന്ത് ചെയ്യണം, പേപ്പർ 1-നും അവിടെ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. ക്ലിയർ അല്ലേ?
പിന്നെ കണ്ടോ 120 മിനിറ്റ്സ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ എക്സാമിനേഷൻ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 120 മിനിറ്റാണ്, 2 മണിക്കൂർ മുമ്പ് അവിടെ എത്തണം. കാൻഡിഡേറ്റ് ഹൂ റിപ്പോർട്ട്സ് അറ്റ് ദ എക്സാമിനേഷൻ സെൻറ്റർ ആഫ്റ്റർ 9:30 AM, 9-ന് ശേഷം വന്നാൽ, അതുപോലെ തന്നെ 2:30-ന് ശേഷം വന്നാൽ അത് എന്ത് ചെയ്യൂല, അലോ ചെയ്യുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ദൂരെ നിന്നൊക്കെ വരികയാണെങ്കിൽ ആ സമയം പ്രത്യേകം കീപ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ അതിൻ്റെ സിലബസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സിലബസ്. ഈ കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കും, ഇതുമായി ബന്ധപ്പെട്ട അല്ലേ, മാത്തമാറ്റിക്സിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോന്നിൻ്റെയും സിലബസുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. സോ ഏതായാലും എക്സാമിന് വേണ്ടി പ്രത്യേകം അപ്ലൈ ചെയ്യുക. താങ്ക് യു.